Dear students, our next topic is constructors and destructors. First, എന്താണ് constructors എന്ന് നോക്കാം. They are special member functions. Constructor will be automatically invoked when an object is created. അപ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം. നോർമൽ മെമ്പർ ഫങ്ഷൻസ് കോൾ ചെയ്യാനായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ദെൻ ഒബ്ജക്റ്റ് ഡോട്ട് മെമ്പർ ഫങ്ഷൻ പറയണം. ബട്ട് ഇൻ കൺസ്ട്രക്റ്റേഴ്സ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യും. ജനറലി 3 types ഓഫ് കൺസ്ട്രക്റ്റേഴ്സ് വരുന്നുണ്ട്. ഡിഫോൾട്ട് കൺസ്ട്രക്റ്റർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റർ ആൻഡ് ദ തേർഡ് വൺ ഈസ് കോപ്പി കൺസ്ട്രക്റ്റേഴ്സ്. ഫസ്റ്റ് എന്താണ് ഡിഫോൾട്ട് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് നോക്കാം. എ കൺസ്ട്രക്റ്റർ വിത്ത് നോ പാരാമീറ്റേഴ്സ്, ദാറ്റ് മീൻസ് എ കൺസ്ട്രക്റ്റർ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ്, ഇറ്റ് ഈസ് കോൾഡ് ഡിഫോൾട്ട് കൺസ്ട്രക്റ്റേഴ്സ്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ മെത്തേഡ് നെയിം എന്ന് പറയുന്നത് ക്ലാസ് നെയിം തന്നെയാണ്. കേർലി ബ്രാക്കറ്റ്സിനുള്ളിൽ ബോഡി നമ്മൾ എഴുതണം. ഓക്കെ, അവിടെ ആർഗ്യുമെൻറ്റ്സ് വരത്തില്ല, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് വരത്തില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്റ്റർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഞാൻ ക്ലാസ് ഡിഫൈൻ ചെയ്യുകയാണ്. ക്ലാസ് നെയിം സാമ്പിൾ എന്ന് കൊടുക്കുകയാണ്. സാമ്പിൾ. then public. So the default constructor, അതിൻ്റെ മെത്തേഡ് നെയിം എന്ന് പറയുന്നത്, ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ക്ലാസ് നെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് സാമ്പിളാണ്, അത് തന്നെ കൊടുക്കുക, സാമ്പിൾ. ദെൻ പാരാമീറ്റേഴ്സ് ഇല്ല, ആർഗ്യുമെൻറ്റ്സ് ഇല്ല, അതിനാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ബോഡി ഡിഫൈൻ ചെയ്യാം. അപ്പം ഞാൻ അതിനു മുമ്പ് 2 ഇൻറ്റീജർ വേരിയബിൾസ് ഇൻറ്റ് എ കോമ ബി ഡിക്ലെയർ ചെയ്തു. ദെൻ ഈ ഒരു കൺസ്ട്രക്റ്റിൻ്റെ അകത്താണ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എ ഈസ് ഈക്വൽ ടു ഒരു നമ്പർ കൊടുക്കുകയാണ് 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 10. ഓക്കെ, ദെൻ മറ്റൊരു മെമ്പർ ഫംഗ്ഷൻ കൂടി ഞാനിവിടെ ഡിഫൈൻ ചെയ്യുകയാണ് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പ്രിൻറ്റ് സി ഔട്ട്, എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഈക്വൽ ടു ഓപ്പറേറ്റർ, ദെൻ കണ്ടൻറ്റ് ഓഫ് ദ വേരിയബിൾ എ. ദെൻ ന്യൂ ലൈൻ കൂടി പ്രിൻ്റ് ചെയ്യാം. ENDL എന്ന് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ /n എന്ന് നമുക്ക് കൊടുക്കാം. ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യാനായിട്ട് എൻഡ് ലൈൻ ENDL എന്ന് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ /n കൊടുക്കാം. രണ്ടും സെയിം പർപ്പസ് തന്നെയാണ്. ദെൻ അതേപോലെ ബിയും പ്രിൻ്റ് ചെയ്യാം. സി ഔട്ട് ബി ഈക്വൽ ടു ദ കണ്ടൻറ്റ് ഓഫ് ബി പ്രിൻ്റ് ചെയ്യാം. ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് എൻഡ് ചെയ്തു. ഇനി ഒരു ക്ലാസ്സിന് പുറത്ത് നിന്നുകൊണ്ട്, അതായത് മെയിനിൽ നിന്നുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് വിൽ ബി ഇനിഷ്യലൈസ്ഡ്. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് നെയിം കൊടുക്കുക, സാമ്പിൾ. ഒബ്ജക്റ്റ് നെയിം ഞാനിവിടെ OBJ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഉടനെ ഈ ഒരു കൺസ്ട്രക്ടർ, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യും. ഇറ്റ് വിൽ ബി ഇനിഷ്യലൈസ്ഡ്. ഓക്കെ, ദെൻ അപ്പോൾ അസൈൻ ചെയ്തു, 5ഉം 10ഉം എയിലും ബിയിലും അസൈൻ ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്തു. ഇനി പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ്, ഒരു നോർമൽ മെമ്പർ ഫംഗ്ഷനാണ്. അപ്പോൾ നോർമൽ മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഓക്കെ, OBJ ഡോട്ട് കറസ്പോണ്ടിങ് മെമ്പർ ഫംഗ്ഷൻ നെയിം പ്രിൻറ്റ്. നമുക്കിത് ബിൽഡ് ചെയ്ത് നോക്കാം. 0 errors ആൻഡ് 0 warnings. റൺ ചെയ്യുകയാണ്. കണ്ടോ, റിസൾട്ട് നോക്കുക. A is equal to 5 ആൻഡ് B is equal to 10. ഇതിൽ നിന്നും എന്താ മനസ്സിലായത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വിൽ ബി ഇൻവോക്ഡ് or it will be initialized when an object is created. ഓക്കെ, നോർമൽ മെമ്പർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ദെൻ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. Next one is
parameterized constructor. A constructor with parameters, it is known as parameterized constructor. അതായത് കൺസ്ട്രക്ടർ വിത്ത് ആർഗ്യുമെൻറ്റ്സ്. ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻറ്റ്സ് വരാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് വരാം. സിൻടാക്സ് നോക്കുക. മെത്തേഡ് നെയിം എന്ന് പറയുന്നത് ക്ലാസ് നെയിം തന്നെയാണ്. റൗണ്ട് ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുക. n ആർഗ്യുമെൻറ്റ്സ് വരാം. കർലി ബ്രാക്കറ്റ്സിനുള്ളിൽ ബോഡി ഡിഫൈൻ ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. നമുക്ക് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. സോ അതിനായിട്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന് ശേഷം പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, ഇവിടെയും മെത്തേഡ് നെയിം എന്ന് പറയുന്നത്, ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ക്ലാസ് നെയിം തന്നെയാണ്. ഇവിടെ ആർഗ്യുമെൻറ്റ്സ് കൂടി കൊടുക്കുക. ഞാനിവിടെ ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കുകയാണ്. ഇൻറ്റ് എക്സ് എന്ന് കൊടുത്തു. ഞാൻ ബോഡി ഡിഫൈൻ ചെയ്യാണ്. എ ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്ത വാല്യൂ അസൈൻ ചെയ്യുകയാണ്. ദെൻ ബി ഇസ് ഈക്വൽ ടു മാനുവലി ഒരു വാല്യൂ കൊടുക്കുകയാണ് 150. ഡയറക്റ്റ് വാല്യൂ കൊടുക്കുകയാണ് 150. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ് കോൾ ചെയ്യുക അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യുന്നത്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാരാമീറ്ററും പാസ് ചെയ്യണം, ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യണം. ഞാൻ ഒരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. സാമ്പിൾ. നെക്സ്റ്റ് ഒബ്ജക്റ്റ് ടേക്ക് ഇറ്റ് ആസ് obj2. ദെൻ പാരാമീറ്റർ കൂടി പാസ് ചെയ്യുക. ഇവിടുത്തെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുക. അത് ഇൻറ്റീജർ ടൈപ്പാണ്. ഒരു ഇൻറ്റീജർ വാല്യൂ പാസ് ചെയ്യുക. ഞാനിവിടെ 25 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഉടനെ കമ്പൈലർ ചെക്ക് ചെയ്യും. അവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. എക്സിലോട്ട് പാസ് ചെയ്യുന്നത് നമ്മളിവിടെ പാസ് ചെയ്ത 25 ആണ് അസൈൻ ചെയ്യുന്നത്. ദെൻ 25, that is value of x will be again assigned to a. ഇത് വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഫംഗ്ഷൻ കൂടി കോൾ ചെയ്യണം. അത് നോർമൽ മെത്തേഡ് ഫംഗ്ഷനാണ്. obj2 വെച്ച് കോൾ ചെയ്യാം. obj2 ഡോട്ട് പ്രിൻറ്റ്. റൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി നോക്കുക. ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കോൾ ചെയ്യുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. 2 വാല്യൂസ് അവിടെ അസൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നോക്കുക. എക്ക് 5, ബിക്ക് 10. ദെൻ അത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് കോൾ ചെയ്യുന്നു. ദെൻ മറ്റൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ മറ്റൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആർഗ്യുമെൻറ്റും പാസ് ചെയ്യുന്നുണ്ട്. അതായത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ് കോൾ ചെയ്യുക. ദെൻ അത് പ്രിൻറ്റും ചെയ്യുന്നുണ്ട് യൂസിങ് ദ സെയിം ഒബ്ജക്റ്റ് obj2. ഓക്കെ, നമുക്കിത് റൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്തു. എക്ക് 5ഉം ബിക്ക് 10ഉം അസൈൻ ചെയ്തു. അത് പ്രിൻറ്റ് ചെയ്തു. ദെൻ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, അതിൽ 25 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് അസൈൻ ചെയ്തത്. ആ ഒരു ഫംഗ്ഷനകത്താണ് ബിക്ക് 150 അസൈൻ ചെയ്തത്. ദെൻ നമ്മളവിടെ പ്രിൻറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ 2 കൺസ്ട്രക്ടേഴ്സ് പറഞ്ഞു. ഒരെണ്ണം ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, അനദർ വൺ ഈസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഓക്കെ, ഞാൻ ഈ ഒരു പ്രോഗ്രാം ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. ഇവിടെ മറ്റൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. സാമ്പിൾ. അവിടെ 2 ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക. ഇൻറ്റ് എക്സ് കോമ ഇൻറ്റീജർ ടൈപ്പ് y. Then a is equal to x and b is equal to y എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ സാമ്പിൾ obj3. ദെൻ ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 2 പാരാമീറ്റേഴ്സ് ഉള്ള പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യത്തുള്ളൂ. സോ 2 വാല്യൂസ് പാസ് ചെയ്യാണ്.
both are integer type, 45 comma 65. Then അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് obj3 dot print function. ഓക്കെ, നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. So there is an error. Sample obj3. Okay, then again execute ചെയ്യാം. Okay, default constructor execute ചെയ്തു. A is equal to 5, B is equal to 10. Then parameterized constructor with single argument, A is equal to 25, B is equal to 150. The next parameterized constructor, that is with 2 arguments. അവിടെ 45 65 ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് പാസ് ചെയ്തത്, അത് തന്നെ പ്രിൻറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഈസ് കോപ്പി കൺസ്ട്രക്ടർ. ദ കോപ്പി കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു കോപ്പി ഡേറ്റ ഓഫ് വൺ ഓബ്ജക്റ്റ് ടു അനദർ ഓബ്ജക്റ്റ്. ഒരു ഓബ്ജക്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡേറ്റ മെമ്പേഴ്സ് മറ്റൊരു ഓബ്ജക്റ്റിലോട്ട് പാസ് ചെയ്യാനാണ് കോപ്പി കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു യൂസർ ഡിഫൈൻഡ് കോപ്പി കൺസ്ട്രക്ടറിൻ്റെ സിൻഡാക്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. മെത്തേഡ് നെയിം എന്ന് പറയുന്നത് ക്ലാസ് നെയിം തന്നെയാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഒബ്ജക്റ്റ് പാസ് ചെയ്യുക. പാരാമീറ്റർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് തന്നെയാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലാസ് നെയിം സ്പേസ്, ദെൻ ഇവിടെ റെഫറൻസ് വേരിയബിൾ ആയിട്ട് കൊടുക്കുക. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റെഫറൻസ് വേരിയബിൾ ആയിട്ട് കൊടുക്കുക. റെഫറൻസ് വേരിയബിൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആംപർസാൻഡ് സിമ്പൽ. ദെൻ ഒബ്ജക്റ്റ് നെയിം. ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നതാണ്, ഓൾഡ് ഒബ്ജക്റ്റ് ആവാം. ദെൻ ഇവിടെയാണ് ബോഡി ഡിഫൈൻ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. എനിവേ, ടു ഇൻവോക്ക് എ കോപ്പി കൺസ്ട്രക്ടർ, ക്രിയേറ്റ് ഒബ്ജക്റ്റ്, ദെൻ പാസ് ദ ഓൾഡ് ഒബ്ജക്റ്റ് ആസ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇവിടെ ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്. നമുക്കൊരു കോപ്പി കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ നെയിം, ദാറ്റ് ഈസ് ക്ലാസ് നെയിം തന്നെയാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സാമ്പിൾ. ദെൻ ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ടത് കോപ്പി കൺസ്ട്രക്ടറിൽ ഒബ്ജക്റ്റ് തന്നെയാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാനുള്ളത്, ഓൾഡ് ഒബ്ജക്റ്റ്. സോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലാസ് നെയിം സാമ്പിൾ, ദെൻ റെഫറൻസ് വേരിയബിൾ ആയിട്ട് കൊടുക്കുക ആംപർസാൻഡ്, ദെൻ ഓൾഡ് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം, ഓൾഡ് 1. നെക്സ്റ്റ് അത് ഡിഫൈൻ ചെയ്യാം. സോ എ ഈസ് ഈക്വൽ ടു ഓൾഡ് ഡോട്ട് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഓൾഡ് ഡോട്ട് ബി. ദെൻ മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാം. സാമ്പിൾ, ദെൻ ഒബ്ജക്റ്റ് നെയിം. സാമ്പിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, obj1 എന്ന് കൊടുക്കാം, obj1. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഉടനെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ദിസ് വൺ എക്സിക്യൂട്ട് ചെയ്യും. ഇൻസ്ലൈസ് ചെയ്തു, എക്കും ബിക്കും 5ഉം 10ഉം അസൈൻ ചെയ്തു. അപ്പോൾ obj1 കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 10. ഇനി കോപ്പി കൺസ്ട്രക്ടർ എങ്ങനെയാണ് ഇൻസ്ലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, സാമ്പിൾ obj2, ആർഗ്യുമെൻ്റ് ആയിട്ട് ഒബ്ജക്റ്റ് തന്നെ പാസ് ചെയ്യുക, ഓൾഡ് ഒബ്ജക്റ്റ് പാസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റ് 1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ obj1 എന്ന് കൊടുക്കുക. സോ ഇതിൻ്റെ മീനിങ് എന്താണ്? ന്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ന്യൂ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് obj2 ആണ്. സോ obj2 വെച്ചിട്ടാണ് ഈ ഒരു കൺസ്ട്രക്ടർ കോപ്പി കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്. ദെൻ മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത് എന്താണ്? ഓൾഡ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കുക, ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഓൾഡ് ഒബ്ജക്റ്റ് ആണ്, obj1. സോ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ റെഫറൻസ് വേരിയബിൾ, റെഫറൻസ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഓൾഡ് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ന്യൂ ഒബ്ജക്റ്റിലോട്ട് കോപ്പി ചെയ്യാം. ഓൾഡ് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് obj1 കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 10. ദാറ്റ് വിൽ ബി അസൈൻ ടു ദ ന്യൂ ഒബ്ജക്റ്റ്. എൻ്റെ ബോഡി നോക്കുക, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്.
എ ഈസ് ഈക്വൽ ടു ഓൾ ഡോട്ട് എ. ഓക്കെ, ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കുക, ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് obj1 ആണ്. സോ obj1 ഡോട്ട് എ, obj1 കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ വാല്യൂ ദാറ്റ് ഈസ് 5. 5 ഈസ് അസൈൻ ടു obj2 ഡോട്ട് എ. അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ obj2ൽ വരുന്ന എക്ക് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. obj2 ഒബ്ജക്റ്റിൻ്റെ ബി എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് അസൈൻ വിത്ത് വാല്യൂ 10. ഓക്കെ, ദെൻ ഇത് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഫംഗ്ഷൻ കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ പ്രിൻ്റ് cout a is equal to, then എയുടെ കണ്ടൻറ്റ് പ്രിൻ്റ് ചെയ്യുന്നു, ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യുന്നു, then നെക്സ്റ്റ് ബിയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു, b is equal to ബിയുടെ വാല്യൂ ന്യൂ ലൈൻ. ദെൻ മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് കോൾ ചെയ്യാം. ഫസ്റ്റ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് obj1 ഡോട്ട് പ്രിൻറ്റ്, ദെൻ obj2 ഡോട്ട് പ്രിൻറ്റ്. ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, റിസൾട്ട് നോക്കുക. obj1 ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഒബ്ജക്റ്റ് 1 ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും. എക്ക് 5 എന്നും ബിക്ക് 10 എന്നും അസൈൻ ചെയ്തു, നമ്മളത് പ്രിൻ്റ് ചെയ്തു. ദെൻ obj2 ക്രിയേറ്റ് ചെയ്തു. obj1 എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു ടു ദ കോപ്പി കൺസ്ട്രക്ടർ. obj1ൽ വരുന്ന എയുടെയും ബിയുടെയും വാല്യൂ obj2ലോട്ട് മാപ്പ് ചെയ്തു, അത് പ്രിൻ്റ് ചെയ്യാം. സോ അങ്ങനെ കോപ്പി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പ്രോഗ്രാം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. ഈ ഒരു ലൈനിൽ നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. obj2 is equal to obj1, സെയിം മീനിങ് തന്നെയാണ്. obj1 എന്ന് പറയുന്നത് obj2ലോട്ട് മാപ്പ് ചെയ്യാം. obj1ൽ ബൈൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ മെമ്പേഴ്സ് obj2ലോട്ടും അസൈൻ ചെയ്യാം. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഒന്നുകൂടി അത് മോഡിഫൈ ചെയ്യാം. ഇവിടെ എഴുതിയിരിക്കുന്നത് യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടറാണ്, യൂസർ ഡിഫൈൻഡ് കോപ്പി കൺസ്ട്രക്ടറാണ്. ഞാനിത് ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എററൊന്നും കാണിക്കത്തില്ല, ബിക്കോസ് ഓട്ടോമാറ്റിക്കലി കമ്പൈലർ തന്നെ കോപ്പി കൺസ്ട്രക്ടർ കോൾ ചെയ്യും. ബൈ ഡീഫോൾട്ട് ഒരു കോപ്പി കൺസ്ട്രക്ടർ ഉണ്ട്, അത് കോൾ ചെയ്യും. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റിസൾട്ട് നോക്കാം. സെയിം റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ കോപ്പി കൺസ്ട്രക്ടർ, യൂസർ ഡിഫൈൻഡ് കോപ്പി കൺസ്ട്രക്ടർ ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പ്രോഗ്രാമിൽ കോപ്പി കൺസ്ട്രക്ടർ ബോഡി ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പൈലർ വിൽ കോൾ ദ ഡീഫോൾട്ട് കോപ്പി കൺസ്ട്രക്ടർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്താണ് ഡിസ്ട്രക്ടർ എന്നുള്ളത് നോക്കാം. ഡിസ്ട്രക്ടർ ഈസ് ഓപ്പോസിറ്റ് ടു കൺസ്ട്രക്ടർ, അതായത് ഇറ്റ് ഡിസ്ട്രക്ട്സ് ഓർ ഡിസ്ട്രോയ്സ് ദ ഓബ്ജക്ട്സ് ഓഫ് ക്ലാസ്. ഒരു ഡിസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് കൺസ്ട്രക്ടർ, ഇറ്റ് ഹാസ് ദ സെയിം നെയിം ആസ് ക്ലാസ്, ബട്ട് ഫംഗ്ഷൻ നെയിമിന് മുമ്പായിട്ട് ഒരു ടിൽഡ് സിമ്പിൾ ഉണ്ടാവും. എൻ്റെ സിൻടാക്സ് നോക്കുക. ടിൽഡ് സിമ്പിൾ, ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ക്ലാസ് നെയിം തന്നെയാണ്. ദെൻ ബോഡി ഡിഫൈൻ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല, അതേപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സും പാരാമീറ്റേഴ്സും വരത്തില്ല. ദ ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ ഈസ് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ഡ് ഓർ കോൾഡ് വെൻ ദ ഒബ്ജക്ട്സ് ആർ ഗെറ്റ് ഡിസ്ട്രോയിഡ്. നമുക്കിവിടെ ഡിസ്ട്രക്റ്റിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാം കൂടി നോക്കാം. ഈ ഒരു പ്രോഗ്രാം നോക്കുക. ഫസ്റ്റ് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറിൽ നിന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഈ കാണിച്ചിരിക്കുന്നതാണ് ഡിസ്ട്രക്ടർ. കൺസ്ട്രക്ടർ പോലെ തന്നെയാണ് മെത്തേഡ് നെയിം എന്ന് പറയുന്നത്, ക്ലാസ് നെയിം തന്നെയാണ്. ബട്ട് അതിനു മുമ്പ് ഒരു ടിൽഡ് സിമ്പിൾ കൂടി കൊടുക്കണം. ഇറ്റ് ഈസ് ദ ഡിസ്ട്രക്ടർ.
ഇനി എപ്പോഴാണ് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുക? ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യുന്നതാണ്. എപ്പോഴാണോ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടൈമിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. ദെൻ ഒബ്ജക്റ്റ് കില്ല് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുമ്പോഴാണ് ഡിസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് 1 ആൻഡ് ഒബ്ജക്റ്റ് 2. അപ്പോൾ 2 തവണ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ 2 ഒബ്ജക്ട്സും ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഈ ഡിസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഡിസ്ട്രക്ടറും 2 തവണ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഒരു പ്രത്യേകത, ഡിസ്ട്രക്ടറിന് ആർഗ്യുമെൻറ്റ്സ് ഇല്ല, അതേപോലെ തന്നെ റിട്ടേൺ ടൈപ്പും ഇല്ല. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. രണ്ട് തവണ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 2 ഒബ്ജക്ട്സും കില്ല് ചെയ്യുന്നത് ഡിസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ്. ഓക്കെ.